വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കേണ്ട പീഡകളെപ്പറ്റി അവരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരിതങ്ങളൊക്കെ നാളെയിലെ സന്തോഷമായി രൂപാന്തരപ്പെടുമെന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പറയുന്ന ഉപമയാണ് അതിനേക്കാളേറെ സൗന്ദര്യമുള്ളത്. ഒരു സ്ത്രീയുടെ സ്വപ്ന സാക്ഷാത്കാരം പോലെ സുന്ദരമായൊരു അനുഭൂതിയായി കത്തോലിക്കാ സഭ അപ്പോസ്തല ഗണം നേരിടുന്ന പ്രതിസന്ധികളൊക്കെ രൂപാന്തരപ്പെടുമെന്ന് പറയുന്ന സുന്ദരമായ ഒരു സന്ദേശം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജന്മം നൽകാൻ കഴിയുക എന്നുള്ളത്. അതിനുവേണ്ടി അവൾ വേദനകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി തന്നെ മറന്നു പിടിക്കാൻ അവൾ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് സഭ കടന്നു പോകുന്ന പീഡകൾ. അത് ഒരു ഫലവും ഉളവാക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നൊന്നല്ല. സഭയുടെ ചരിത്രം അത് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രക്തസാക്ഷികളുടെ നിണമാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രക്തസാക്ഷിയും അനേകം വിശ്വാസികളുടെ ജനിതാക്കളായി രൂപാന്തരപ്പെട്ടു. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തെ പരിപൂർണമായും സാക്ഷ്യത്തിൻ്റെ ജീവിതമാക്കുകയും അതിനെ പ്രതി പീഡകളേൽക്കുകയും ചെയ്യുന്നതോടുകൂടെ സഭയുടെ വളർച്ചയുടെ പ്രധാന വ്യക്തിത്വമായി രൂപാന്തരപ്പെട്ടു. ക്രിസ്തു ജീവിതത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത അല്ലെങ്കിൽ ആ വ്യക്തികൾ ഏറ്റെടുത്ത പീഡകളും സഹനങ്ങളും തന്നെയാണ് സഭയുടെ വളർച്ചയായി രൂപാന്തരപ്പെട്ടത്. സാവൂൾ തൻ്റെ ജീവിതത്തിൽ സ്റ്റീഫൻ്റെ മരണം കണ്ടുനിന്ന മനുഷ്യനാണ്. ഒരുപക്ഷെ സ്റ്റീഫൻ്റെ മരണം തന്നെ ആവാം സാവൂളിലേക്ക് ആദ്യമായി വലിയൊരു ചങ്കിടിപ്പായി രൂപാന്തരപ്പെട്ടത്. അത്ര സ്വസ്ഥമായി സ്റ്റീഫൻ മരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സാവൂൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നതും അതിലേക്ക് ഒരു വലിയ വിശുദ്ധനെ, വലിയ പ്രേക്ഷിതനെ നമുക്ക് ലഭിക്കുകയും ചെയ്തത്. ഒരു പരിധിവരെ സാവൂളിൻ്റെ രക്തത്തിൻ്റെ സന്തതി, സ്റ്റീഫൻ്റെ രക്തത്തിൻ്റെ സന്തതിയാണ് സാവൂൾ എന്ന് പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദിമസഭയുടെ ചുടുനിണത്തിൽ ചവിട്ടിയാണ് സഭ വളർന്ന് ഇന്ന് വരെ നിൽക്കുന്നത്. പീഡകളും പ്രതിസന്ധികളും വിശ്വാസത്തെ പ്രതിയുള്ള സാക്ഷ്യങ്ങളും അതിനുവേണ്ടി ഏൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ നാളെയുടെ സന്തോഷമായി സഭയുടെ വളർച്ചയായി രൂപാന്തരപ്പെടും. വിശ്വാസികൾ സൃഷ്ടിക്കപ്പെടുന്നത് ധീരതയോടുകൂടെ ഒരുവൻ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ, പ്രത്യേകിച്ച് പ്രതിസന്ധി മധ്യേ ഏറ്റുപറയാൻ സന്നദ്ധനാകുമ്പോൾ.